കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. റഷ്യൻ പള്ളിയും ബ്രാഹ്മണ പള്ളിയും. ചരിത്ര അന്വേഷികൾക്ക് വിസ്മയമായി കൊല്ലം പട്ടാഴി പഞ്ചായത്തിലെ മധുരമലയിൽ നിലകൊള്ളുന്ന ക്രിസ്ത്യൻ പള്ളി റഷ്യൻ വാസ്തുവിദ്യ കലയുടെ മഹനീയ മാതൃകയാണ്. റഷ്യയിൽ നിന്നെത്തിയ വൈദികൻ ഫാദർ ആർച്ച് ആന്ത്രോണിക് തൻ്റെ സ്വപ്രയത്നത്താൽ നിർമ്മിച്ച പള്ളിയെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മധുരമലയിൽ പള്ളിയുടെ നിർമ്മാണത്തിനായി ഫാദർ ആന്ത്രോണിക് എത്തിയത് 1930-ലാണ്. ദില്ലി, പൂനെ, മുംബൈ എന്നിവിടങ്ങളിലെ പള്ളികൾ സ്ഥാപിച്ച ശേഷം കേരളത്തിലെത്തിയ ഫാദർ ആന്ത്രോണിക് കോട്ടയത്തെ ഓർത്തഡോക്സ് സഭയുടെ പരമാധികാരിയായ പരിശുദ്ധ ബസേലിയസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ നിർദ്ദേശപ്രകാരമാണ് പട്ടാഴി മധുരമലയിലെത്തിയത്. അന്ന് മധുരമല കൊടും വനമായിരുന്നു. വനത്തിൽ കുടിൽ കെട്ടി താമസിച്ചാണ് ഫാദർ പള്ളിയുടെ നിർമ്മാണം നടത്തിയത്. വനം വെട്ടിത്തെളിച്ച് കൂറ്റൻ പാറകൾ പൊട്ടിച്ച് മാസങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെയാണ് പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കേരളത്തിലെ മറ്റ് ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിർമ്മാണ രീതിയാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആൽത്താരയ്ക്ക് പുറമെ മുൻഭാഗത്തും ഇടതുഭാഗത്തും വരാന്തകളുണ്ട്. വിസ്താരമേറിയ പുറകുവശവും ഉണ്ട്. അപ്പവും വീഞ്ഞും നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക സ്ഥലവും ഈ പള്ളിയിലുണ്ട്. വൈദിക വൃത്തിക്കായി 1950 ജനുവരി 3-ന് മധുരമലയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയ ഫാദർ ആന്ത്രോണിക് 1950 ഏപ്രിൽ 10-ന് നിര്യാതനായി. ഇനി കൊല്ലത്ത് തന്നെയുള്ള മറ്റൊരു മഹാകൗതുകമാണ് ബ്രാഹ്മണ പള്ളി. കൊല്ലം പരവൂർ തെക്കും ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുത്തൻ പള്ളിക്ക് ചരിത്ര പ്രാധാന്യം ഏറുന്നത് ഇതുകൊണ്ടാണ്. 500 വർഷത്തിലേറെ പഴക്കമുള്ള ബ്രാഹ്മണപ്പള്ളി സ്ഥാപിച്ചത് വർക്കല മാന്ത്ര പുത്തൻ മഠത്തിലെ ബ്രാഹ്മണരാണത്രേ. പരവൂരിലെത്തി ഇസ്ലാം മതം സ്വീകരിച്ച ശേഷമാണ് ബ്രാഹ്മണ ക്ഷേത്ര മാതൃകയിൽ ഇവർ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. തോട്ടപ്പള്ളിയിലും പുറക്കാട്ടും ഇത്തരത്തിൽ പള്ളി ഉള്ളതായി പറയപ്പെടുന്നു. പള്ളിയുടെ ഭരണാധികാരത്തെ സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് നടന്ന വെടിവെപ്പിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇവിടം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.